തുടരുകയാണ്. ഇന്നിപ്പോൾ ASFന്റെയും ഡിവൈഎഫ്ഐയുടെയും പ്രതിഷേധമാണ് കേരള സർവകലാശാലയിൽ നേരത്തെ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതുപ്രകാരം ASFന്റെ പ്രതിഷേധം അത് കേരള സർവകലാശാലയ്ക്ക് അകത്ത് വെച്ച് നടക്കുകയായിരുന്നു. പ്രവർത്തകരൊക്കെ തന്നെ അകത്താണ് ഉണ്ടായിരുന്നത്. പെട്ടെന്നായിരുന്നു പ്രവർത്തകർ എല്ലാവരും തന്നെ സർവകലാശാലയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത്. അവരെ പ്രവർത്തകരെ മുഴുവനായിട്ടും പോലീസ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ പുറത്ത് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം നടക്കുന്നു എന്നുള്ളതാണ്. ബാരിക്കേഡ് ഉൾപ്പെടെ മറികടക്കാൻ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. സർവകലാശാലയ്ക്ക് അകത്തേക്ക് കയറാനുള്ള ശ്രമമാണ് പ്രവർത്തകർ നടത്തുന്നത്. ഇതിനിടയിൽ SFI പ്രവർത്തകരും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വൈസ് ചാൻസലർ മോഹൻ കുന്നുമൽ ഇന്ന് സർവകലാശാലയിലേക്ക് എത്തുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റൊരു പരിപാടി പുറത്ത് നടക്കുന്നുണ്ടായിരുന്നു. ആ പരിപാടിക്ക് ശേഷം കുന്നുമൽ സർവകലാശാലയിലേക്ക് എത്തുന്ന സമയത്ത് VCയെ തടയാനുള്ള ഒരുക്കങ്ങൾ SFI പ്രവർത്തകരുടെ നേതൃത്വത്തിലും കേരള സർവകലാശാലയ്ക്ക് അകത്ത് നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ASFന്റെ നേതൃത്വത്തിൽ സർവകലാശാലയ്ക്ക് അകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമമുണ്ടായത്. ASFന്റെ ഭൂരിഭാഗം പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. കുറച്ചുപേർ സർവകലാശാലയ്ക്ക് അകത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതേ സമയത്താണ് പുറത്ത് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ. അവർക്ക് നേരെ നിരവധി തവണ പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലും ASFന്റെ നേതൃത്വത്തിലും ഒക്കെ നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വൈസ് ചാൻസലർ ഇന്നിപ്പോൾ മോഹൻ കുന്നുമൽ അവധിക്ക് ശേഷം ഇന്ന് സർവകലാശാലയിലേക്ക് പ്രവേശിക്കുമെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധം ശക്തമാക്കാൻ വീണ്ടും ഇടതു യുവജന സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ SFIയുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് മാർച്ച് നടക്കുമെന്നുള്ള ഒരു കാര്യവും അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകർ വലിയ ഒരു പങ്കാളിത്തം ഈ സർവകലാശാലയ്ക്ക് പുറത്ത് പ്രതിഷേധത്തിൽ കാണാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. മോഹൻ കുന്നുമലിനെ ഒരു തരത്തിലും സർവകലാശാലയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സർവകലാശാലയ്ക്ക് പുറത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകരും അതുപോലെ തന്നെ അകത്ത് ASF SFI പ്രവർത്തകരും നിലകൊള്ളുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം KS അനിൽകുമാർ ഇന്നും സർവകലാശാലയിൽ വന്നിരുന്നു. കുറച്ചു മുമ്പാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് താൽക്കാലിക VC ആയിട്ടുള്ള സിസാർ തോമസിന്റെ ഓഫീസ് ഒഴിഞ്ഞു പോകണം, SR എന്ന സ്ഥാനം ഒഴിഞ്ഞു പോകണം എന്നുള്ളൊരു ആവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നു. അത് ലംഘിച്ചുകൊണ്ടാണ് KS അനിൽകുമാർ ഇന്ന് സർവകലാശാലയിൽ എത്തിയിട്ട് ഉണ്ടായിരുന്നത്. അത്തരത്തിൽ നിലവിൽ ഇപ്പോഴും കേരള സർവകലാശാലയിൽ 2 രജിസ്ട്രാർ ഉള്ള സാഹചര്യമാണ് ഉള്ളത്. സിസാർ തോമസ് മടങ്ങിപ്പോവുകയും മോഹൻ കുന്നുമൽ തിരികെ വരികയും ചെയ്ത സാഹചര്യത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ നേരത്തെ ഇടതു യുവജന സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് രജിസ്ട്രാർ KS അനിൽകുമാറിനെ ഭാരതാംബ വിഷയത്തിൽ സസ്പെൻഡ് ചെയ്ത് അടക്കമുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടത് അത് VC മോഹൻ കുന്നുമൽ തന്നെയായിരുന്നു. അതിനുശേഷം ആ നടപടിക്ക് ശേഷമാണ് മോഹനൻ കുന്നുമൽ മടങ്ങി അവധിയിൽ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നത്. തിരികെ ഇന്നിപ്പോൾ മോഹനൻ കുന്നുമൽ എത്തുമ്പോൾ ആ പ്രതിഷേധത്തിന്റെ ബാക്കി തുടർച്ച അത് ശക്തമാക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് പുറത്ത് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. അകത്ത് ASFന്റെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം നടന്നു കഴിഞ്ഞത്. ASFന്റെ പ്രവർത്തകർ ഇപ്പോഴും സർവകലാശാല ആസ്ഥാനത്തിന് അകത്ത് തന്നെയുണ്ട്. ബാക്കി പ്രതിഷേധിച്ച് സർവകലാശാലയ്ക്ക് അകത്ത് കയറാൻ ശ്രമിച്ച ഭൂരിഭാഗം പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഡിവൈഎഫ്ഐ പ്രവർത്തകർ നിലവിൽ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് മുദ്രാവാക്യം മുഴക്കുകയാണ്. സർവകലാശാലയ്ക്ക് അകത്ത് കയറാനുള്ള ശ്രമം ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. നിരവധി തവണ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയാണ്. എന്തായാലും വൈസ് ചാൻസലർ മോഹൻ കുന്നുമലിനെതിരെയുള്ള പ്രതിഷേധം ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകൾ കൂടുതൽ കടുപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായിട്ട് സംഘർഷ ഭൂമിയായിരുന്നു കേരള സർവകലാശാല. അത് VC വീണ്ടും തിരികെ അവധിയിൽ നിന്ന് പ്രവേശിക്കുന്ന സമയത്ത് സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമാകുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. സർവകലാശാലയ്ക്ക് മുന്നിൽ വൻ പ്രതിഷേധമാണ് നടക്കുന്നത്. ഡിവൈഎഫ് പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം നടത്തുന്നു. ഒപ്പം തന്നെ പോലീസ് വാഹനത്തിന് നേരെയും ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങളടക്കമാണ് പ്രേക്ഷകർ കാണുന്നത്. അകത്ത് ASF പ്രവർത്തകർ വലിയ രീതിയിൽ പ്രതിഷേധം നടത്തുമ്പോൾ പുറത്ത് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരും വലിയ രീതിയിലുള്ള സംഘർഷമാണ് ഉണ്ടാകുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ
ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകർ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യമാണുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. സർവകലാശാലയ്ക്ക് മുന്നിൽ വൻ പ്രതിഷേധം. ഡിവൈഎഫ്ഐ പ്രവർത്തകർ വലിയ രീതിയിൽ ഗേറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുന്നു. കുത്തിയിരുന്നുള്ള പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. വലിയ രീതിയിൽ പോലീസ് സന്നാഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അകത്ത് AISF വലിയ രീതിയിൽ പ്രതിഷേധിക്കുമ്പോൾ പുറത്ത് ഡിവൈഎഫ്ഐയുടെ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. സൂര്യ, വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹത്തെ, ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ പോലീസ് സന്നാഹം തന്നെയാണ് ഇന്ന് വിന്യസിച്ചിരിക്കുന്നത്. നിലവിൽ വലിയ രീതിയിലുള്ള സംഘർഷ സമാനമായ അവസ്ഥയാണ് നിലവിലുള്ളത്, അല്ലേ? നിലവിൽ സർവകലാശാലയ്ക്ക് പുറത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകരും അകത്ത് AISF പ്രവർത്തകരും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ വലിയ സംഘർഷാവസ്ഥയ്ക്കൊരു അയവ് വന്നിട്ടുണ്ട്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയർന്ന് വലിയ തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ VC-ക്കെതിരെയും ചാൻസലറിനെതിരെയൊക്കെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആരും തന്നെ സർവകലാശാലയ്ക്ക് അകത്തേക്ക് കയറാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തിയത് മാത്രമാണുള്ളത്. AISF പ്രവർത്തകരാണ് സർവകലാശാലയ്ക്ക് അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. AISF പ്രവർത്തകർ സർവകലാശാലയ്ക്ക് അകത്ത് തന്നെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് സർവകലാശാലയ്ക്ക് അകത്തേക്ക് കയറാനുള്ള ശ്രമം AISFന്റെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതേ തുടർന്നാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടതായിട്ട് പോലീസിന് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഡിവൈഎഫ്ഐ പ്രവർത്തകർ സർവകലാശാലയ്ക്ക് പുറത്തു നിന്ന് തന്നെ തങ്ങളുടെ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുകയാണ്. VC-ക്കെതിരെയും ചാൻസലറിനെതിരെയും ഒക്കെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉയർത്തുകയാണ്. ഇപ്പോൾ VC ആയിട്ട് മോഹനൻ കുന്നുമ്മൽ അവധിയിൽ നിന്ന് തിരിച്ചു പ്രവേശിക്കുന്ന സമയത്ത് ശക്തമായിട്ടുള്ള പ്രതിഷേധം VC-ക്കെതിരെ അടക്കം നടത്താനുള്ള തീരുമാനം നേരത്തെ ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് AISFന്റെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ പ്രതിഷേധം ഒരേ സമയത്ത് കേരള സർവകലാശാലയിലേക്ക് ഉണ്ടായിരുന്നത്. SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും രാജ്ഭവനിലേക്ക് ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർക്കെതിരെ ഇന്ന് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. VC മോഹനൻ കുന്നുമ്മൽ ഇന്ന് സർവകലാശാലയിലേക്ക് എത്തുന്ന സമയത്ത് അദ്ദേഹത്തെ പ്രവേശിക്കാൻ അനുവദിക്കില്ല, തടയുമെന്നുള്ള കാര്യവും നേരത്തെ തന്നെ ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകൾ അറിയിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതുവരെയും VC കേരള സർവകലാശാലയിൽ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ VC-യുടെ ഉത്തരവ് ലംഘിച്ച് KS അനിൽകുമാർ സർവകലാശാലയിൽ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഓഫീസിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഓഫീസ് ഒഴിഞ്ഞു പോകണം, രജിസ്ട്രാർ എന്ന സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ള നിർദ്ദേശം VC നൽകിയിട്ടുണ്ടായിരുന്നു. ആ നിർദ്ദേശം ലംഘിച്ചുകൊണ്ട്, ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാലയ്ക്ക് അകത്ത് കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ മോഹനൻ കുന്നുമ്മൽ ഇതുവരെയും കേരള സർവകലാശാലയ്ക്ക് അകത്തേക്ക് വന്നിട്ടില്ല. VC വരുവാണെങ്കിൽ തടയാൻ വേണ്ടി പൂർണ്ണ സജ്ജമായിരുന്നു AISF പ്രവർത്തകരും SFI പ്രവർത്തകരും ഒക്കെ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ പോലീസ് സന്നാഹത്തെ തന്നെ കേരള സർവകലാശാലയ്ക്ക് അകത്തും പുറത്തും ഒക്കെ വിന്യസിച്ചിട്ടുണ്ട്. സംഘർഷാവസ്ഥയ്ക്ക് ഈ ദിവസവും ഒരയവും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് വലിയ സംഘർഷ ഭൂമിയായിട്ട് മാറിയിരിക്കുകയാണ് കേരള സർവകലാശാല. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ SFI പ്രവർത്തകർ ഒന്നടങ്കം കേരള സർവകലാശാലയെ കയ്യടക്കി വെക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. SFI പ്രവർത്തകർ ബാരിക്കേഡ് ഉൾപ്പെടെ മറികടന്ന് കേരള സർവകലാശാലയിലെ ചേംബർ വരെ എത്തിയ സാഹചര്യത്തിൽ വലിയ വിമർശനം പോലീസിനടക്കം നേരിടേണ്ടതായിട്ടും വന്നിട്ടുണ്ടായിരുന്നു. പോലീസ് തടയാൻ ശ്രമിക്കാത്തതിനാലാണ് SFI പ്രവർത്തകർക്ക് മുഴുവനായിട്ടും ചേംബറിന്റെ സമീപം വരെ എത്താൻ കഴിഞ്ഞതെന്നുള്ള അതിരൂക്ഷമായിട്ടുള്ള വിമർശനമൊക്കെ ഉയരുന്ന സാഹചര്യത്തിലാണ് വലിയ പോലീസ് സന്നാഹത്തെ സർവകലാശാലയ്ക്ക് അകത്തും പുറത്തും ഒക്കെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇപ്പോഴും പുറത്തുനിന്ന് തന്നെ പ്രതിഷേധിക്കുകയാണ്. അകത്തേക്ക് കയറാനുള്ള ശ്രമം ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ വലിയ സംഘർഷാവസ്ഥയിലേക്ക് സമരം എത്തിയില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. അഥവാ പ്രവർത്തകർ ഒരുപക്ഷെ സർവകലാശാലയ്ക്ക് അകത്തേക്ക് കയറാനുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിൽ
പോലീസും പ്രവർത്തകരും തമ്മിലുള്ള വലിയ സംഘർഷം ഉണ്ടായേനെ. SFI പ്രതിഷേധം എങ്ങനെയാണോ നമ്മൾ കണ്ടത്, അത്തരത്തിൽ അതിരൂക്ഷമായിട്ടുള്ള പ്രതിഷേധത്തിനും സംഘർഷത്തിനും കയ്യാങ്കളിക്കും ഒക്കെ തന്നെ ഇന്നും കേരള സർവകലാശാല വേദിയാകുമായിരുന്നു. പ്രത്യേകിച്ച് VC തിരികെ അവധിയിൽ നിന്ന് സർവകലാശാലയിലേക്ക് എത്തുന്ന സമയത്ത് എന്തായാലും അത്തരത്തിലുള്ള വലിയ രൂക്ഷമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. ASF പ്രവർത്തകരെ ഭൂരിഭാഗവും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിക്കഴിഞ്ഞു. ഇപ്പോൾ DYFI പ്രവർത്തകർ സർവകലാശാലയ്ക്ക് പുറത്തു തന്നെയാണ് നിൽക്കുന്നത്. അകത്തേക്ക് ഇതുവരെയും പ്രവർത്തകർ കയറിയിട്ടില്ല. അതേസമയം തന്നെ രാജ്ഭവനിലേക്ക് SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് ഉണ്ടാകുമെന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. കൂടാതെ മോഹൻ കുന്നുമ്മൽ ഇതുവരെയും കേരള സർവകലാശാലയിലേക്ക് എത്തിയിട്ടുമില്ല. VC എത്തുന്ന സമയത്ത് തടയുമെന്നുള്ള കാര്യം വിദ്യാർത്ഥി യുവജന സംഘടനകൾ, ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകൾ അറിയിച്ചിട്ടുണ്ട്. VC എത്താത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. VC എപ്പോഴാണ് എത്തുക എന്നുള്ളതിലൊരു വ്യക്തതയുണ്ടോ സൂര്യ? വൃന്ദ, മറ്റൊരു പരിപാടി പുറത്ത് നടക്കുന്നുണ്ട്. അതിൽ VCയും ചാൻസലറും അടക്കം പങ്കെടുക്കുന്ന പരിപാടിയാണ്. ആ പരിപാടിക്ക് ശേഷം മോഹൻ കുന്നുമ്മൽ സർവകലാശാലയിലേക്ക് എത്തുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷേ പരിപാടി കഴിഞ്ഞ് സർവകലാശാലയിലേക്ക് മോഹൻ കുന്നുമ്മൽ എത്തുന്ന സമയത്ത് അദ്ദേഹത്തെ തടയുകയും വലിയ പ്രതിഷേധം ഈ വിദ്യാർത്ഥികളുടെ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ചെയ്യുന്നത് കണക്കിലെടുത്തുകൊണ്ട് വലിയ പോലീസ് സന്നാഹത്തെ സർവകലാശാലയ്ക്ക് അകത്തും പുറത്തുമൊക്കെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ സംരക്ഷണതയിൽ VCക്ക് കയറാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ VCയെ തടയും എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ASF പ്രവർത്തകരും DYFI പ്രവർത്തകരും ഒക്കെ തന്നെ. അത് പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ASF പ്രവർത്തകർ സർവകലാശാലയ്ക്ക് അകത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ പ്രതിഷേധം നടത്തി സർവകലാശാലയ്ക്ക് അകത്തേക്ക് കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ ഭൂരിഭാഗവും പോലീസ് നീക്കം ചെയ്തെങ്കിലും മറ്റൊരു ഭാഗം ഇപ്പോഴും സർവകലാശാലയ്ക്ക് അകത്ത് തന്നെ നിലകൊള്ളുന്നുണ്ട്. DYFIയുടെ വലിയ പ്രവർത്തകരുടെ ഒരു കൂട്ടം സർവകലാശാലയ്ക്ക് പുറത്തും നിലകൊള്ളുന്നുണ്ട് എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ VC ഒരു പക്ഷേ കേരള സർവകലാശാലയ്ക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇതുവരെയും ലഭ്യമല്ല. എന്തായാലും മോഹൻ കുന്നുമ്മൽ അവധി കഴിഞ്ഞെത്തിയ ശേഷം സിസ തോമസ്, താൽക്കാലിക VC ആയിട്ടുള്ള സിസ തോമസ് മടങ്ങിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അധികം താമസിക്കാതെ തന്നെ മോഹൻ കുന്നുമ്മലിന് തിരികെ ജോലിയിൽ പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. ഈ സംഘർഷാവസ്ഥ അത് സർവകലാശാലയിൽ തുടരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പോലീസ് സുരക്ഷയിലായിരിക്കും VCക്ക് സർവകലാശാലയിലേക്ക് കയറാൻ സാധിക്കുക. ഇന്ന് എത്തുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മോഹൻ കുന്നുമ്മൽ എത്തുകയാണെങ്കിൽ തടയും എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകളൊക്കെ തന്നെ ഈ പ്രതിഷേധവുമായിട്ട് കേരള സർവകലാശാലയിൽ തമ്പടിക്കുന്നത്. രാജ്ഭവനിലേക്ക് ചാൻസലറായിട്ടുള്ള ഗവർണർക്കെതിരെയും പ്രതിഷേധം ശക്തമാക്കാൻ SFI തീരുമാനിച്ചത് പ്രകാരം ഇന്ന് SFIയുടെ പ്രതിഷേധം രാജ്ഭവനിലേക്കും ഉണ്ടാകും. ഒപ്പം തന്നെ സർവകലാശാലയിൽ നാടകീയ രംഗങ്ങളാണ് നടന്നു വരുന്നത്. രജിസ്ട്രാറിന്റെ മുറിക്ക് പ്രത്യേക സംരക്ഷണം നൽകണമെന്നാണ് വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ ഉത്തരവിട്ടിരുന്നത്. ഇതെല്ലാം മറികടന്നുകൊണ്ടാണ് രജിസ്ട്രാർ എത്തിയിരിക്കുന്നത്. അനധികൃതമായി ആരെയും മുറിക്കുള്ളിൽ പ്രവേശിക്കാൻ അനുവദിക്കരുത് എന്നതടക്കമുള്ള നിർദ്ദേശമുണ്ട്. സർവകലാശാല സെക്യൂരിറ്റി ഓഫീസർമാർക്കടക്കം നിർദ്ദേശം നൽകിയിരുന്നു. ഈ ഓഫീസർ കർശന ജാഗ്രത ഇക്കാര്യത്തിൽ പാലിക്കണം എന്നടക്കമുള്ള ഉത്തരവിൽ പറയുന്നു. ഇതെല്ലാം മറികടന്നുകൊണ്ടാണ് രജിസ്ട്രാർ ഈ സർവകലാശാലയിൽ എത്തിയത്. തീർച്ചയായിട്ടും വൃന്ദ, താൽക്കാലിക VC ആയിട്ടുള്ള സിസ തോമസ് ആണ് എത്രയും വേഗം രജിസ്ട്രാർ എന്ന സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു പോകാൻ KS അനിൽകുമാറിനോട് ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നത്. അതിനു മുമ്പ് തന്നെ ഓഫീസ് ഒഴിഞ്ഞു പോകണമെന്നുള്ള നിർദ്ദേശവും KS അനിൽകുമാറിന് നൽകിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സിസ തോമസ് മടങ്ങിപ്പോവുകയും മോഹൻ കുന്നുമ്മൽ തിരികെ അവധി കഴിഞ്ഞ് തലസ്ഥാനത്ത് എത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സർവകലാശാലയിലേക്ക് എത്തി ജോലിയിൽ പ്രവേശിച്ചിട്ടില്ല എങ്കിൽ കൂടിയും മോഹൻ കുന്നുമ്മലാണ് നിലവിൽ കേരള സർവകലാശാല VC. താൽക്കാലിക VC മടങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ മോഹൻ കുന്നുമ്മലിന്റെ നിർദ്ദേശം ലംഘിച്ചുകൊണ്ടാണ് KS അനിൽകുമാർ ഇന്ന് കേരള സർവകലാശാലയിലേക്ക് വീണ്ടും എത്തിയത് എന്ന് തന്നെ പറയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പോയിട്ടുമുണ്ട്. അങ്ങനെ പൂർണ്ണമായിട്ടും VCയുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് രജിസ്ട്രാറുടെ ഭാഗത്ത് നിന്ന് തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ VC ഇനി നിലപാടുകൾ കടുപ്പിക്കാനുള്ള സാധ്യതയാണുള്ളത്. അതിനു മുൻപ് കേരള സർവകലാശാലയിലേക്ക് മോഹൻ കുന്നുമ്മൽ എത്തേണ്ടതുണ്ട്. അങ്ങനെ എത്തുകയാണെങ്കിൽ തടയാനാണ് SFIയും ASFും ഒക്കെ കേരള സർവകലാശാലയ്ക്ക് അകത്ത് തന്നെ ഇന്നിപ്പോൾ നിലകൊണ്ടത്. ഈ SFI പ്രവർത്തകരും കേരള സർവകലാശാലയ്ക്ക് അകത്ത് തന്നെ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. അകത്തെ സംഘർഷാവസ്ഥയ്ക്ക് നിലവിലൊരു അയവ് വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും പ്രതിഷേധം അത് ഏത് സമയത്തും ഉണ്ടാകുമെന്നുള്ളതാണ്. മോഹൻ കുന്നുമ്മൽ ഇന്ന് കേരള സർവകലാശാലയിലേക്ക് എത്തുമെന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ASF പ്രവർത്തകരും SFI പ്രവർത്തകരും ഒക്കെ തന്നെ സർവകലാശാലയ്ക്ക് അകത്ത് നിലകൊള്ളുന്നത്. ഒരു തരത്തിലും VCയെ അകത്തേക്ക് തങ്ങൾ പ്രവേശിപ്പിക്കില്ല, തടയും എന്നുള്ളത് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് തന്നെയാണ്
ASF-ഉം SFI-യും ഒക്കെ തന്നെ സർവകലാശാലയ്ക്ക് അകത്തിപ്പോൾ ഉള്ളത്. പുറത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയും ചെയ്യുകയാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ അകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കാൻ ബിനോയ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബിനോയ്, അകത്ത് AISF-ന്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നമ്മൾ അല്പസമയം മുൻപ് കേരള വിഷൻ ന്യൂസിലൂടെ കണ്ടത്. പുറത്ത് ഡിവൈഎഫ്ഐയുടെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. വലിയ രീതിയിൽ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിട്ടുണ്ട്. നേരത്തെ കണ്ടതിൽ നിന്നും അല്പം ഈ പ്രതിഷേധത്തിൽ ഒരു മയമാണോ എന്നതറിയില്ല. പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡിന് മുകളിലായി കുറച്ചുപേർ പ്രവർത്തിക്കുന്നുണ്ട്. മറ്റ് പ്രവർത്തകർ ഈ അവിടെ ഇരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് പറയാൻ കഴിയും. വലിയ തരത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ സംഘം തന്നെ സർവകലാശാല പ്രധാന കവാടത്തിന് മുന്നിലുണ്ട്. നേരത്തെ അവർ വലിയ ഒരു പ്രകടനമായി വന്നിരുന്നു. പ്രധാന കവാടത്തിന് മുന്നിൽ വെച്ചിരുന്ന ബാരിക്കേഡ് തകർത്ത് സർവകലാശാലയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ നടത്തിയ ശ്രമത്തിനിടയിൽ ജലപീരങ്കി 2 പ്രാവശ്യത്തോളം പ്രയോഗിച്ചു. നിലവിൽ ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രധാന കവാടത്തിൻ്റെ മുന്നിൽ ഇരിക്കുകയാണ്. ഏതെങ്കിലും കാരണവശാൽ VC വൈസ് ചാൻസലർ ഏതെങ്കിലും കാരണവശാൽ സർവകലാശാലയിൽ പ്രവേശിക്കുന്നതിന് വരികയാണെങ്കിൽ തടയും എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറയുന്നത്. അത്തരത്തിൽ യൂണിവേഴ്സിറ്റിക്കുള്ളിലും SFI പ്രവർത്തകർ വിവിധ സ്ഥലങ്ങളിലായി തമ്പടിച്ചിട്ടുണ്ട്. കാരണം മോഹൻ കുന്നമ്മേൽ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ അദ്ദേഹത്തെ ഓഫീസിൽ പ്രവേശിപ്പിക്കില്ല എന്ന നിലപാട് തന്നെയാണ് അവരും സ്വീകരിച്ചിരിക്കുന്നത്. കുറച്ച് മുമ്പെയാണ് മോഹൻ കുന്നമ്മേലും ഗവർണറും പങ്കെടുത്ത ഒരു ചടങ്ങ് തലസ്ഥാനത്ത് തന്നെ പൂർത്തിയായത്. അതിനുശേഷം അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിരുന്നത്. അത്തരത്തിൽ ഉള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതും. എന്തായാലും പോലീസ് പഴുതടച്ച ഒരു സംവിധാനം ഒരുക്കിയിരുന്നു എന്ന് പറയുമ്പോഴും സർവകലാശാലയ്ക്കുള്ളിൽ തന്നെ പ്രതിഷേധിക്കാൻ ASF പ്രവർത്തകർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതായത് ഇന്ന് രാവിലെ മുതൽ തന്നെ സർവകലാശാലയ്ക്കുള്ളിൽ SFIയുടെയും ASF-ൻ്റെയൊക്കെ പ്രവർത്തകർ കടന്നുകൂടിയിരുന്നു. അവരെ പൂർണ്ണമായും അവിടുന്ന് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. ആദ്യ പ്രതിഷേധം തുടങ്ങിയത് ASF പ്രവർത്തകരുടെ ഭാഗത്തു നിന്നായിരുന്നു. അവർ സർവകലാശാലയ്ക്കുള്ളിൽ പ്രതിഷേധവുമായി എത്തി പ്രധാന കവാടത്തിൻ്റെ മുന്നിലേക്ക് എത്തുമ്പോഴേക്കും തന്നെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റുകയായിരുന്നു. ഇപ്പോൾ പുറത്താണ് പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. DYFIയുടെ പ്രതിഷേധമാണ് നടക്കുന്നത്. അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ രാജ്ഭവനിലേക്ക് SFIയുടെ മാർച്ചുണ്ടാവും. അങ്ങനെ ഇന്ന് തലസ്ഥാനത്ത് മുഴുവൻ വലിയ തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും പ്രത്യേകിച്ചും സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്കകത്തുണ്ട്. അവരെ രജിസ്ട്രാർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ തടയുകയാണെങ്കിൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയൊക്കെ തന്നെ സിൻഡിക്കേറ്റിൻ്റെ ഒരു പൂർണ്ണ പിന്തുണ രജിസ്ട്രാർക്ക് നൽകിയിട്ടുണ്ട്. രജിസ്ട്രാർ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ തന്നെ തുടരുകയാണ്. അതേസമയം അദ്ദേഹത്തെ ഓഫീസിൽ പ്രവേശിക്കരുതെന്ന് പറഞ്ഞ് വിലക്കി നേരത്തെ തന്നെ ഒരു ഉത്തരവിറക്കി. ആ ഉത്തരവൊന്നും വിലപ്പോയില്ല. അദ്ദേഹം നേരെ തന്നെ സർവകലാശാലയ്ക്കുള്ളിലേക്ക് എത്തുന്നു. അദ്ദേഹം എന്നിട്ട് രജിസ്ട്രാറുടെ മുറിയിലേക്ക് പോവുകയും ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള ഒരു സംഘർഷാവസ്ഥ സർവകലാശാലയ്ക്ക് അകത്തും പുറത്തും നിലനിൽക്കുന്നു എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം താൽക്കാലിക VCയുടെ ചുമതലയുള്ള സീസ തോമസ് സ്ഥാനം ഒഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചുമതല എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ആ ചുമതല ഏൽക്കുന്നതിന് വേണ്ടി അവർ അല്പസമയത്തിനുള്ളിൽ VC മോഹൻ കുന്നുമ്മേൽ അല്പസമയത്തിലൂടെ എത്തിച്ചേരും എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും അത് ഇനി വരുമോ അതോ പോലീസ് അദ്ദേഹത്തിൻ്റെ സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ സുരക്ഷാ പ്രശ്നങ്ങൾ കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സർവകലാശാലയിലേക്കുള്ള യാത്ര ഒഴിവാക്കുമോ ഒന്നും തന്നെ വ്യക്തമായിട്ടില്ല. എന്തായാലും അദ്ദേഹം കേരള സർവകലാശാലയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് വിവിധ സ്ഥലങ്ങളിലായി ഉണ്ടാകാൻ സാധ്യത. പ്രത്യേകിച്ചും സർവകലാശാലയ്ക്കകത്ത് പല സ്ഥലങ്ങളിലായി SFI പ്രവർത്തകർ സംഘടിച്ച് നിൽപ്പുണ്ട് എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. നേരത്തെ തന്നെ ASF പ്രവർത്തകർ അത്തരത്തിലൊരു നീക്കമാണ് നടത്തിയത്. പ്രധാന കവാടത്തിന് മുന്നിൽ വരെ മുദ്രാവാക്യം വിളിച്ച് അവർ വന്നിരുന്നു. അത്തരത്തിലൊരു പ്രതിഷേധം SFIയും അകത്ത് സംഘടിപ്പിക്കും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ പ്രതിഷേധത്തിന് അല്പം പോലും പിന്നിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് SFI പറയുന്നത്. കേരള VCക്കെതിരെ കേരള സർവകലാശാലയെ വൈസ് ചാൻസലർക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടാക്കും. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം സർവകലാശാലയെ കാവ്യവത്കരിക്കാൻ യാതൊരു കാരണവശാലും അനുവദിക്കത്തില്ല. ഈ രാജ്ഭവനും വൈസ് ചാൻസലറും ചേർന്ന് കാവ്യവത്കരിക്കാനാണ് ഇപ്പോൾ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിരോധം തീർത്തും പ്രതിഷേധത്തോടെയും മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് SFIയും DYFIയും AYFും ഒക്കെ പറയുന്നത്. എന്തായാലും ഒരു വിഭാഗത്തിൻ്റെ പ്രതിഷേധം അവസാനിച്ചു കഴിഞ്ഞിരിക്കും.
കഴിഞ്ഞിരിക്കുന്നു. ASFന്റെ അവരെ അവിടെ നിന്ന് മാറ്റി കഴിഞ്ഞിരിക്കുന്നു. DYFI പ്രധാന പ്രവേശന കവാടത്തിന് മുന്നിൽ ഇരുന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. എന്തായാലും ഇനി ഇദ്ദേഹം വരുമോ, അല്ലെങ്കിൽ സർവകലാശാല ആസ്ഥാനത്തേക്ക് മോഹൻ കുന്നമ്മേൽ വരുമോ, അതോ മറ്റെന്തെങ്കിലും നടപടിക്രമങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒന്നും തന്നെ വ്യക്തതയില്ല. എന്തായാലും മോഹൻ കുന്നമ്മേൽ ഇന്ന് സർവകലാശാല ആസ്ഥാനത്ത് എത്തും എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ബിനോയ്, ഈ ഒരു കേരള സർവകലാശാല വീണ്ടും സംഘർഷഭരിതമാവുകയാണ്. AISFും DYFIയും അടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. ഇപ്പോൾ DYFI ഗേറ്റിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ്. ബാരിക്കേഡിന് മുകളിലടക്കം കയറി നിന്നുകൊണ്ടുള്ള പ്രതിഷേധമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ ഒരു VC എത്തിയാൽ ഉടനെ തന്നെ പ്രതിഷേധിക്കാൻ തന്നെയാണ് ഈ ഒരു DYFI പ്രവർത്തകർ, അല്ലെങ്കിൽ ഈ ഒരു സമരം നടത്തുന്ന പ്രവർത്തകരുടെ തീരുമാനം. ഇപ്പോൾ VC ഇങ്ങോട്ട് ഈ ഒരു സർവകലാശാലയിലേക്ക് എത്തുന്നതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നിലവിൽ അദ്ദേഹം ഇന്ന് തന്നെ സർവകലാശാല ആസ്ഥാനത്ത് എത്തും എന്നുള്ള വിവരമാണ് നമുക്ക് രാവിലെ ലഭിച്ചിരുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന് മറ്റ് തടസ്സങ്ങൾ ഒന്നും തന്നെ ഇല്ല. അദ്ദേഹം നേരെ ഇങ്ങോട്ടേക്ക് വരും. അതേസമയം രജിസ്ട്രാറെ പ്രവേശിപ്പിക്കരുത് എന്നുള്ളതായിരുന്നു ഒരു നിർദ്ദേശം. എന്നാൽ ആ നിർദ്ദേശമൊന്നും വിലപ്പോയില്ല. അവിടേക്ക് രജിസ്ട്രാറിലെത്തി അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് കടക്കുകയും ചെയ്തു. നിലവിൽ ഈ തലസ്ഥാനത്ത് തന്നെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഗവർണറും ഒപ്പം കേരള സർവകലാശാല വൈസ് ചാൻസലറും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു. ആ പരിപാടിയിൽ വി ശിവൻകുട്ടി പങ്കെടുത്തില്ല. പകരം ഗവർണറും ഒപ്പം ഈ കേരള സർവകലാശാല വൈസ് ചാൻസലറും പങ്കെടുത്തു. അവിടുത്തെ ചടങ്ങ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏത് നിമിഷവും അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാം. ഒരുപക്ഷെ പോലീസ് നിർദ്ദേശിക്കുകയാണെങ്കിൽ, പോലീസിൻ്റെ അനുമതി നൽകുകയാണെങ്കിൽ മാത്രമായിരിക്കും അത്തരത്തിൽ ഒരു നീക്കം. എന്തായാലും പോലീസ് വലിയ തരത്തിലുള്ള ഒരു സുരക്ഷ ഇവിടെയെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ മോഹൻ കുന്നമ്മേൽ വൈസ് ചാൻസലർ ഇവിടേക്ക് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. വൃന്ദ, തീർച്ചയായും ബിനോയ്, ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ്. SFIയുടെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. ഈ ഒരു 2 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിഷേധമായിരുന്നു. ആ ഒരു പ്രതിഷേധത്തിൽ പോലീസിന്റെ ജലപീരങ്കിനെ അടക്കം എല്ലാം മറികടന്നുകൊണ്ടാണ് പ്രവർത്തകർ ഈ ഒരു ക്യാമ്പസിനുള്ളിൽ കയറി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതെല്ലാം അതിനുശേഷം ഇപ്പോൾ വീണ്ടും പ്രതിഷേധം, സർവകലാശാല വീണ്ടും സംഘർഷഭരിതമാകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു ശക്തമായി സർവകലാശാലകളെ വൽക്കരിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. നിലവിലത്തെ സാഹചര്യം എങ്ങനെയാണ്? അവിടെ നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? SFI പ്രവർത്തകരുടെ പ്രതിഷേധം തുടങ്ങിയിട്ടില്ല. DYFI പ്രവർത്തകർ മാത്രമാണ് ഇപ്പോൾ സർവകലാശാലയിലെ പ്രധാന കവാടത്തിന് മുന്നിലായി ഉള്ളത്. അവർ പ്രതിഷേധവുമായി പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം. വലിയ തരത്തിൽ പ്രവർത്തകരുടെ തമ്പടിച്ചിട്ടുണ്ട് DYFI പ്രവർത്തകർ. ഏതെങ്കിലും കാരണവശാൽ വൈസ് ചാൻസലർ ആ ഭാഗത്തേക്ക് വന്നാൽ തടയാൻ തന്നെയാണ് അവരുടെ തീരുമാനം. അത്തരത്തിൽ വലിയൊരു സംഘം തന്നെ DYFI പ്രവർത്തകരുണ്ട്. SFI പ്രവർത്തകർ അകത്തുമുണ്ട്. അങ്ങനെ വലിയ തരത്തിലൊരു നീക്കം, അതായത് വലിയൊരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ SFIയുടെയും DYFIയുടെയും ഒക്കെ തീരുമാനം. അതിനുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതും അങ്ങനെ തന്നെയാണ്. DYFIക്കാർ എന്തായാലും ഉടനെ പിരിഞ്ഞ് പോകില്ല. അവരവിടെ തന്നെ തുടരും. അവിടെ തുടർന്നുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഏതെങ്കിലും കാരണവശാൽ വൈസ് ചാൻസലർ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തെ തടയുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം DYFIയുടെ.